Hi dears, welcome back to Xylem Learning. It's me, ഷാഹിദ് റംസാൻ. പ്രിയപ്പെട്ട മക്കളെ, അങ്ങനെ സർക്കിൾസ് അഥവാ വൃത്തങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്റർ വരക്കാനുള്ള മുഴുവൻ ചോദ്യങ്ങളും ഒറ്റ വീഡിയോയിൽ ചെയ്യാൻ പോവുകയാണ്. മാക്സിമം എല്ലാ നിങ്ങളുടെ ക്ലാസ് 8ലെ വിദ്യാർത്ഥികൾക്ക് വീഡിയോ അയച്ചു കൊടുക്കാൻ കുറച്ച് കഷ്ടപ്പെട്ടെടുക്കുന്ന വീഡിയോ ആണ് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വീഡിയോ എടുക്കുന്നത് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് എല്ലാ 8ാം ക്ലാസ്സിലെ ഫ്രണ്ട്സിന് ഇത് കിട്ടുകയാണെങ്കിൽ അത്രയധികം സന്തോഷമാണ്. ഈ ക്ലാസ് മുഴുവനും കണ്ടിട്ട് ഈ ക്ലാസ് നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടപ്പെട്ടു, ഉപകാരപ്പെട്ടു നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. മക്കളെ, നാളത്തെ ചോദ്യ പേപ്പറിൽ നിങ്ങൾ കാണാൻ പോകുന്ന 3 രീതിയിലുള്ള ചോദ്യങ്ങളാണ് ഈ കാണുന്നത്. ഈ 3-ൽ ഏതെങ്കിലും ഒരു ചോദ്യമേ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരക്കാൻ വരുള്ളൂ. അപ്പൊ ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് ഈ ചോദ്യമാണെങ്കിൽ മലയാളം മീഡിയക്കാർക്ക് ഈ ചോദ്യമാണ്. എന്താണ് ഈ 3 ചോദ്യം തമ്മിലുള്ള ഡിഫറൻസ് എന്ന് ഞാൻ പറഞ്ഞുതരാം. വളരെ സിമ്പിൾ ആണ്. ഏറ്റവും ആദ്യത്തെ കാര്യം, ഡ്രോ ട്രയാങ്കിൾസ് വിത്ത്, ഒരു റഫായിട്ട് ഞാൻ ചിത്രം വരച്ച് കാണിച്ചു തരാം. എന്നിട്ട് സാധാരണ രീതിയിൽ എങ്ങനെ വരക്കുന്നത് കാണിച്ചു തരാം. ഡ്രോ എ ട്രയാങ്കിൾ വിത്ത് സൈഡ്സ് ആസ് ഗിവൺ ബിലോ. തന്നിരിക്കുന്ന വശങ്ങൾ വെച്ചുകൊണ്ട് ഒരു ട്രയാങ്കിൾ വരക്കുക. ആൻഡ് ഇതിന്റെ എല്ലാ സർക്കിളും അഥവാ പരിവൃത്തം. ഇപ്പോൾ ഒരു ട്രയാങ്കിൾ എടുത്തു, ഇതിന്റെ പരിവൃത്തം എന്ന് പറഞ്ഞാൽ ഇതിന്റെ പുറത്തൂടി വരക്കുന്ന ചിത്രത്തിനാണ് പരിവൃത്തം എന്ന് പറയുക. അതിന്റെ പുറത്തൂടി ഈ കാണുന്ന എല്ലാ കോർണറും ടച്ച് ചെയ്തുകൊണ്ട് പോകുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, പരിവൃത്തം അഥവാ സർക്കിൾ. ഇനി ഈ കാണുന്ന എല്ലാ ചോദ്യത്തിലും നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഈ കാണുന്ന എല്ലാ ചോദ്യത്തിലും എല്ലാ സൈഡും എന്താണ്, 4 സെന്റിമീറ്റർ 5 സെന്റിമീറ്റർ 4 സെന്റിമീറ്റർ 5 സെന്റിമീറ്റർ ആണ്. അഥവാ ട്രയാങ്കിളിന്റെ ഒരു സൈഡ് 4 സെന്റിമീറ്ററും ഒരു സൈഡ് 5 സെന്റിമീറ്ററും ആണ്. ആകെയുള്ള ചേഞ്ച് ഒരു ആംഗിൾ 60 ഡിഗ്രി. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എത്ര ഡിഗ്രിയാണ്? അതിന്റെ ഇടയിലുള്ള ആംഗിൾ 60 ഡിഗ്രിയാണ്. രണ്ടാമത്തെ ചോദ്യം എന്താണ്? അതിന്റെ ഇടയിലുള്ള ആംഗിൾ 120 ഡിഗ്രിയാണ്. 4 സെന്റിമീറ്റർ 5 സെന്റിമീറ്റർ, അതിന്റെ ഇടയിലുള്ള ആംഗിൾ 120 ഡിഗ്രി. ഇങ്ങനെ ഒരു ട്രയാംഗിൾ. മൂന്നാമത്തെ എന്താണ്? 4 സെന്റിമീറ്റർ 5 സെന്റിമീറ്റർ, അതിന്റെ ഇടയിലുള്ള ആംഗിൾ 90 ഡിഗ്രി. ഇങ്ങനെ 3 ചിത്രങ്ങളാണ്. ഈ 3 ചിത്രങ്ങൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഒന്ന് കറക്റ്റ് 90 ഡിഗ്രിയാണ്, ഒന്ന് 90 ഡിഗ്രിനേക്കാൾ കുറവാണ്, ഒന്ന് 90 ഡിഗ്രിനേക്കാൾ കൂടുതലാണ്. ഇങ്ങനെ 3 ടൈപ്പിൽ ഏതെങ്കിലും ഒരു ചോദ്യം പരീക്ഷയ്ക്ക് വരുള്ളൂ. ഗ്യാരണ്ടി. അപ്പൊ ഇത് 3-ൽ ഏത് വന്നാലും നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യം ഞാൻ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. മക്കളെ ശ്രദ്ധിച്ചോളൂ. ആദ്യം എന്താ പറഞ്ഞത്? 4 സെന്റിമീറ്ററും 5 സെന്റിമീറ്ററുമായിട്ട് ഒരു എന്ത് വരക്കാം, സൈഡ് വരക്കാൻ വേണ്ടിയിട്ടുള്ള ആംഗിൾ 60 ഡിഗ്രി. എന്നിട്ട് അതിനെന്ത് ചെയ്യുക, സർക്കിൾ അഥവാ പരിവൃത്തം. അപ്പൊ എങ്ങനെയാ വരക്കാൻ നോക്കാം. ഏറ്റവും ആദ്യത്തെ ചിത്രത്തിലേക്ക് കടക്കുന്നു. മക്കളെ ശ്രദ്ധിച്ചോളൂ. ആദ്യം നിങ്ങൾ ചെയ്യേണ്ട സ്റ്റെപ്പ് നമ്പർ 1 നോക്കിക്കോ. ആദ്യം ഞാൻ സ്കെയിൽ എടുക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, 4 സെന്റിമീറ്റർ ഞാൻ സ്കെയിൽ അടയാളപ്പെടുത്തിയിട്ട് വരക്കുന്നു. ശേഷം നോക്കണേ, പൊട്ടാക്ടർ എടുക്കുന്നു. പൊട്ടാക്ടർ എടുത്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്യണം, നമുക്ക് 60 ഡിഗ്രിയാണ് അതിന്റെ ഇടയിൽ വരേണ്ടത്. ഈ കാണുന്ന ആംഗിളിന്റെ ഇടയിൽ എത്ര വരണം? 60 ഡിഗ്രി വരണം. സോ ഞാൻ കറക്റ്റ് ആ പൊട്ടാക്ടറിന്റെ ഉള്ളിൽ എന്ത് ചെയ്യുന്നു, 60 ഡിഗ്രി എടുക്കുന്നു. നല്ല നോക്കുക, 60 ഡിഗ്രി, കറക്റ്റ് 60 ഡിഗ്രി എടുക്കുന്നു. എന്നിട്ട് നീട്ടി വരക്കുന്നു. എത്ര അളവ് എന്നൊന്നും അറിയില്ല. ഇവിടെ നിന്ന് അങ്ങോട്ട് ശ്രദ്ധിക്കാം. ഇവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങൾ എന്താ ചെയ്യുന്നത്, ആ 60 ഡിഗ്രി എടുത്തതിന് ശേഷം ഇപ്പൊ നിങ്ങൾ ഇവിടെ കോമ്പസ്, സോറി ഇതല്ലേ, എടുപ്പ് ചെക്കനെടുപ്പ്, ഇതാ ഇവിടെ ഈ കോമ്പസ് കുത്തിയ സ്ഥലം കണ്ടില്ലേ? ഇവിടെ നിന്ന് ഈ എങ്ങനെയാണ് കാണിച്ചതാ, ഈ കാണുന്ന സൈഡില്ലേ, ഈ കാണുന്ന സൈഡ്, ആ കാണുന്ന സൈഡ് എത്ര ആയിരിക്കണം? അടിയിൽ 4 ആണ് എടുത്തെങ്കിൽ മുകളിൽ 5, അടിയിൽ 5 ആണ് എടുത്തെങ്കിൽ മുകളിൽ 4. അപ്പൊ നമ്മൾ അടിയിൽ എടുത്ത സെന്റിമീറ്റർ നോക്കട്ടെ, എത്ര എടുത്തോ നോക്കട്ടെ. ആദ്യം നമ്മൾ എടുത്തത് 5 എടുത്തു. അപ്പൊ ഈ കാണുന്ന നീളം, ആ സ്കെയിൽ വെച്ച ആ കാണുന്ന നീളം എത്ര ആയിരിക്കണം? 4 ആയിരിക്കണം. കറക്റ്റ് 4 എടുത്തേ കണ്ടില്ലേ? ഇവിടെ കറക്റ്റ് ആ 4 എടുത്തേ. 4 കുത്തിയിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, 60 ഡിഗ്രി ഇങ്ങോട്ട് വരക്കുന്നത്. 4 കുത്തിയിട്ട് 60 വരച്ചു. എന്നിട്ട് അത് എന്താക്കിയെടുത്തു, അതൊരു ട്രയാങ്കിൾ ആയിട്ട് എന്താക്കിയെടുത്തു, ഞാനത് കണക്ട് ചെയ്തു. അത് കംപ്ലീറ്റ് ട്രയാങ്കിൾ ആക്കിയതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യാൻ പോവാണ്, ഒരു സർക്കിൾ അഥവാ പരിവൃത്തം വരക്കാൻ പോവുകയാണ്. എങ്ങനെയാണ് പരിവൃത്തം വരക്കുക? നന്നായിട്ട് ശ്രദ്ധിച്ചോ. ഈ കാണുന്ന ഓരോ സൈഡും നമ്മൾ എന്ത് ചെയ്യണം, ബൈസെക്ടർ വരക്കണം അഥവാ ലംബ സമഭാജി. ഓരോ വശത്തിനും നമ്മൾ എന്ത് ചെയ്യണം, ബൈസെക്ടർ വരക്കണം. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ആദ്യം ഈ കാണുന്ന സാധനം കണ്ടില്ലേ, ഇവിടെ ഒരു പോയിന്റ് കുത്തി ഞാൻ ഈ കാണുന്ന വശത്തിനാണ് എന്ത് ചെയ്യുന്നത്, ബൈസെക്ടർ വരക്കുന്നത്. അപ്പോൾ ഈ കാണുന്നത് എന്ത് ചെയ്യും, ബൈസെക്ടർ വരക്കാൻ വേണ്ടി പകുതിയിലധികം നിങ്ങൾ എന്ത് ചെയ്യുക, കോമ്പസിൽ എടുക്കുക. പകുതിയിലധികം എടുത്തിട്ട് അവിടെ ഒരു വര വരക്കുക. ശേഷം ഞാൻ വരക്കുന്ന ഈ വര അല്ല കേട്ടോ, ഈ കാണുന്ന വരക്കാടെ ഇതിന്റെ പകുതിയിലധികമാണ് എടുക്കുന്നത്, ഈ കാണുന്ന വര. അങ്ങനെ 3 സൈഡിൽ ഏതെങ്കിലും 2 സൈഡെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, ബൈസെക്ടർ വരക്കണം പകുതിയിലധികം. അപ്പോൾ പകുതിയിലധികം എടുക്കുക, അടയാളപ്പെടുത്തുക. ഇനി എല്ലാവരും ശ്രദ്ധിച്ചോ. യെസ്. രണ്ടാമത് അതേ നീളം ഒരു മാറ്റവും ഇല്ലാതെ ഞാൻ എത്രയാണോ പകുതിയിലധികം എടുത്ത് അത് നേരെ മറ്റേ വശത്തേക്ക് എന്ത് ചെയ്യുക, ഇതേപോലെ പകുതിയിലധികം എടുക്കുക. സെയിം മോഡൽ മറ്റേ സൈഡിലേക്ക് എന്ത് എടുത്തു, പകുതിയിലധികം എടുത്തു. ആ സമയത്ത് ഞാൻ കുറച്ച് വെള്ളം കുടിക്കട്ടെ, നിങ്ങൾ കാണാം. വെള്ളാട്ടോ, കോഫിയല്ല. പകുതിയിലധികം എടുത്തു കേട്ടോ. ഇനി എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, ഇതേ അളവ് ഇനി മാറാൻ പാടില്ല. സെയിം അളവ് ഞാൻ എന്ത് ചെയ്യാണ്, ഇപ്പൊ ഈ സൈഡിലല്ലേ ഞാൻ കുത്തിയത്, ഇതേപോലെ മുകളിലത്തെ സൈഡിലേക്ക് ഞാൻ കൊണ്ടുപോകാൻ പോവാണ്. ആ കാണുന്ന കോമ്പസിനെ ഞാൻ നേരെ മുകളിലെ സൈഡിലേക്ക് കൊണ്ടുപോകും കേട്ടോ. അളവൊന്നും മാറരുത്, അങ്ങനെ തന്നെ എടുക്കാം. എന്നിട്ട് ഇതേ അളവിൽ നമ്മൾ ഇവിടെ ജോയിൻ ചെയ്യിപ്പിക്കാം. ഇപ്പൊ ചെയ്ത് അതേ മോഡൽ തിരിച്ചും ജോയിൻ ചെയ്യിപ്പിക്കാം. അടിയിലും ജോയിൻ ചെയ്യിപ്പിക്കണം, ഇവിടെയും ജോയിൻ ചെയ്യിപ്പിക്കണം. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ സൂക്ഷിച്ച് നോക്കിയ ഒരു കാര്യം കാണാൻ പറ്റും. ഞാൻ ഇങ്ങനെ വരച്ചു കേട്ടോ, ഞാൻ കറക്റ്റ് ജോയിൻ ചെയ്യും, എങ്ങനെയാലും ജോയിൻ ചെയ്യും. ഇവിടെ നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്, ഈ കണ്ട ഒരു പോയിന്റ് കണ്ടോ, ഇവിടെ ഒരു പോയിന്റ് കണ്ടോ, ആ കറക്റ്റ് സൂചി കുത്തിയ ഭാഗത്ത് ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റും
അതേപോലെ തന്നെ ഇവിടെ ഒരു പോയിന്റ് ഉണ്ടോ, ഇവിടെ ഈ ഒരു പോയിന്റും ഈ ഒരു പോയിന്റും ഈ ഒരു പോയിന്റ് ഈ ഒരു പോയിന്റ്, അത് രണ്ടും കൂടി ഒരുമിച്ച് എന്ത് ചെയ്യുക, ഞാൻ അങ്ങ് ജോയിൻ ചെയ്യിപ്പിക്കുകയാണ്. അത് രണ്ടും കൂടി ഒരുമിച്ച് ഞാൻ എന്ത് ചെയ്യുന്നു, ജോയിൻ ചെയ്യിപ്പിക്കുന്നു. അത് രണ്ടും കൂടി ജോയിൻ ചെയ്യിപ്പിച്ചാൽ നമുക്ക് എന്ത് കിട്ടും, ഒരു വര കിട്ടും. നോക്കിക്കോട്ടെ, സ്കെയിലൊക്കെ എടുത്ത് നല്ല സുന്ദര കുട്ടപ്പനൊക്കെ ആക്കിയിട്ടുണ്ട്. അങ്ങ് ജോയിൻ ചെയ്യിപ്പിക്കുന്നു. സ്പീഡിൽ വരക്കടാ, എടാ സ്പീഡിൽ വരക്ക്, കണ്ണ് ചുമ്മ്. ഓക്കെ, സ്പീഡിൽ വരച്ചു. ഇനി ഇതേപോലെ സെയിം സിസ്റ്റം ഞാൻ എന്ത് ചെയ്യാണ്, അവിടെ അളവ് മാറ്റം ഉണ്ടാവും. കാരണം സൈഡ് മാറുന്നതനുസരിച്ച് പകുതിയിൽ അധികം എടുത്താൽ മതി, അത് എത്രയാണെന്നൊന്നും കുഴപ്പമൊന്നുമില്ല. ഇതേപോലെ ഞാൻ രണ്ടാമത്തെ വര എടുക്കാണ്, അടിയത്തെ വര. ഈ കാണാൻ അടിയത്തെ വര എടുക്കുന്നു, ഈ കാണാൻ അടിയത്തെ വര. ഇത് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ഇതേപോലെ വരക്കുന്നു. കമന്റ് ചെയ്യാൻ മറക്കാത്ത നിങ്ങളെ ക്ലാസ്സുകളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എങ്ങനെയാണെന്നുള്ളത്. പിന്നെ ഇതേപോലെ ഞാൻ എന്ത് ചെയ്യാണ്, പകുതിയിൽ അധികം എടുക്കുന്നു. പകുതിയിൽ അധികം എടുത്തുന്നു. നമുക്ക് കുറച്ച് സ്പീഡ് കൂട്ടാം. പകുതിയിൽ അധികം എടുത്തിട്ട് എന്ത് ചെയ്യുന്നു, രണ്ട് ഭാഗത്തും വരക്കും. ഇതേപോലെ നീട്ടി വരക്കാം. അടിഭാഗത്തും ഒരേ സമയത്ത് നിങ്ങൾക്ക് അടിഭാഗത്ത് വരച്ചതിന് ശേഷം മുകൾ ഭാഗത്തേക്ക് പോട്ടെ. സെയിം അളവിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, മുകൾ ഭാഗത്തേക്കും വരക്കുന്നു. നോക്കിട്ടോ, മുകൾ ഭാഗത്തേക്കും വരക്കുന്നു. ഇതേ അളവ്, ഒരു മാറ്റമില്ലേ. മുകൾ ഭാഗത്തേക്കും ഞാൻ വരച്ചൊന്നുകൂടി കാണിക്കാൻ ശ്രദ്ധിച്ചോ. ആദ്യം ഞാൻ പകുതിയിൽ അധികം എടുക്കുന്നു, അതിൻ്റെ പകുതിയിൽ അധികം എടുക്കുന്നു. എന്നിട്ട് രണ്ട് സൈഡിലും വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, അടിഭാഗം ജോയിൻ ചെയ്യിപ്പിക്കുന്നു. അത് ഇവിടെ വരച്ചു. എന്നിട്ട് അതേ അളവിനെ പുറത്ത് വരച്ചു. എന്നിട്ട് അതേ അളവിനെ മുകളിൽ വരച്ചു, അതേ അളവിനെ താഴത്തും വരച്ചു. അപ്പോൾ അവിടെ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും, കൂട്ടിമുട്ടുന്നത് കാണാൻ പറ്റും. രണ്ട് പോയിന്റുകൾ, പച്ച കൂട്ടിമുട്ടുന്ന പോയിന്റ്, മുകൾ അടിയിലും പച്ച കൂട്ടിമുട്ടുന്ന പോയിന്റ്. അത് രണ്ടും കൂടി എന്ത് ചെയ്യുന്നു, ഞാൻ ഒരുമിച്ചെടുക്കുന്നു. അത് രണ്ടും കൂടി ഇതേപോലെ ഇപ്പോൾ വരച്ചതുപോലെ എന്ത് ചെയ്യുന്നു, കൂട്ടിമുട്ടിക്കുന്നു. ഇനി എല്ലാവരും ശ്രദ്ധിച്ചോ, ഇപ്പം രണ്ട് റെഡ് ലൈനുകളുണ്ട്. ഒരു റെഡ് ലൈനും ഒരു രണ്ട് റെഡ് ലൈന് കണ്ടോ. അത് രണ്ടും കൂട്ടിമുട്ടുന്ന പോയിന്റാണ് സർക്കം സെന്റർ, പരിവൃത്ത കേന്ദ്രം. സർക്കം സെന്റർ അഥവാ ആ കാണുന്ന ട്രയാങ്കിളിന്റെ അതിന്റെ പുറത്തുകൂടി വരക്കുന്ന സർക്കിളിന്റെ സെന്റർ ആണത്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കോമ്പസ് എടുത്തിട്ട് ആ സെന്ററിൽ കറക്റ്റ് പോയിന്റ് വെക്കുക. ആ സെന്ററിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, കോമ്പസ് എടുത്തിട്ട് സൂചി കുത്തണം. അവിടെ കണ്ടോ, എങ്ങണ്ടാ ഏതാ വിഷ്വൽ അല്ലേ. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ട്രയാങ്കിൾ ഏതെങ്കിലും ഒരു തലമണ്ടയിൽ കൊടുക്കുക. ഏതെങ്കിലും ഒരു തലമണ്ട. ഇപ്പം ഞാൻ ഈ തലമണ്ട കൊടുത്തു, ഇതേ സമയം നിങ്ങൾക്ക് ഈ തലമണ്ട കൊടുക്കാം, വേണമെങ്കിൽ അപ്പുറത്തെ തലമണ്ട കൊടുക്കാം. അതിൽ മൂന്നിൽ ഏതെങ്കിലും ഒരു തലമണ്ടയിൽ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അന്ന് വട്ടം കറക്കുക. വട്ടം കറക്കി നോക്കി എന്താ സംഭവിക്കുന്നത് കണ്ടോ. BGM വിട്ടാൽ മതി അല്ലേ. സോ സർക്കിളായി. ഇത്ര വരച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് 4 മാർക്ക് വരാൻ മക്കളെ. എന്ത് രസമായിട്ടല്ലേ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു ടോപ്പിക്കാണ്. ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത്, മിസ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന ചോദ്യം കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇതേ ടോപ്പിക് ഒന്ന് പഠിച്ചാൽ ബാക്കിയെല്ലാം ഈസി ആയിട്ട് കിട്ടും. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം എന്താണ്, രണ്ട് സൈഡ് 4ഉം 5ഉം അതിൻ്റെ ഇടയിലുള്ള ആംഗിൾ 60 ആണ്. ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ, രണ്ട് സൈഡ് 4ഉം 5ഉം അതിൻ്റെ ഇടയിലുള്ള ആംഗിൾ 120 ഡിഗ്രി ആണ്. അപ്പോൾ 120 ഡിഗ്രി ആണെങ്കിൽ എന്താ വരിക, ശ്രദ്ധിച്ചോ. രണ്ടാമത്തെ ചിത്രം നോക്കാം നമുക്ക്. ഇത് എത്ര ഡിഗ്രിയാണ് നോക്കട്ടെ, 3 ചിത്രമാണ്. അത് 90 ഡിഗ്രിൻ്റെ, അത് ഞാൻ അടുത്തേക്ക് കാണിച്ചാൽ 120 ഡിഗ്രി നോക്കിക്കോ. ഇപ്പോൾ വരച്ചതുപോലെ തന്നെ ഞാൻ എന്ത് ചെയ്യാണ്, 120 ഡിഗ്രി ആദ്യം എന്ത് ചെയ്തു, 5 സെൻറ്റിമീറ്റർ വെച്ച് കണ്ടോ. പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നു, 120 ഡിഗ്രി എടുക്കുന്നു. എന്നിട്ട് കറക്റ്റ് 4 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തുന്നു. മുകളിൽ കണ്ടോ, സ്കെയിലിൻ്റെ മുകളിൽ നിങ്ങൾക്ക് 4 സെൻറ്റിമീറ്റർ കാണാം. ഇവിടേക്ക് വരെ ഞാൻ വരക്കുന്നു. എന്നിട്ട് ഞാൻ 4 സെൻറ്റിമീറ്റർ വരെ അടയാളപ്പെടുത്തി. എന്നിട്ട് അതിൻ്റെ ഇടയിലുള്ള ആംഗിൾ 120 ആണ്. അപ്പോൾ ഒരു ട്രയാങ്കിൾ വെച്ചു കണ്ടോ. ഇവിടെ വരെ ഓക്കെ ആണെങ്കിൽ നിങ്ങൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് പറയണത് നിങ്ങൾക്ക് മനസ്സിൽ വരുന്നൊരു കമൻറ്റ്, അതെന്തോ ആവാം, പോസിറ്റീവാ നെഗറ്റീവാ, നിങ്ങൾക്ക് ഈ ക്ലാസ് കണ്ടിട്ടോ വരക്കാനുള്ള കൃത്യമായിട്ട് പഠിച്ചോ ഒക്കെ ഒന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. യെസ്. അപ്പോൾ എൻ്റെ പേര് ഷാഹിദ് റംസാൻ എന്നാണ്, സൈലത്തിലെ മാത്സ് ഫാക്കൽറ്റിയാണ്. മക്കളെ ശ്രദ്ധിച്ചോളൂ. ഇനി എല്ലാവരും ശ്രദ്ധിക്കുക, ഈ കാണുന്ന വര കണ്ടോ, ഞാൻ നേരത്തെ പോലെ ഇതിൻ്റെ പകുതിയിൽ അധികം എടുത്തിട്ട് മുകളിലും താഴത്തും ഞാൻ അതേപോലെ വരക്കും. ഇനി ഞാൻ വേണമെങ്കിൽ കുറച്ച് സ്പീഡ് കണ്ടോ, മുകളിൽ താഴത്ത് ഒരേ അളവിൽ അതെന്നെ തിരിച്ചും വരക്കാം, മറ്റേ സൈഡിൽ നിന്ന് വരക്കാം. അപ്പോൾ ഇത് കൂട്ടിമുട്ടും കണ്ടോ, സെയിം അളവ് കൂട്ടിമുട്ടും. എന്നിട്ട് അത് യോജിപ്പിക്കുക, ആ റെഡും യോജിപ്പിച്ചാൽ ഒരു വര കിട്ടും. ഇതേപോലെ ഞാൻ അടുത്ത സൈഡ് എടുക്കുന്നു, അതിൻ്റെ പകുതിയിൽ അധികം എടുക്കുക. ഏത് സൈഡും എടുക്കട്ടോ, 3 എണ്ണത്തിൽ ഏതെങ്കിലും 2 എണ്ണം വെച്ചാൽ മതി, അത് ഏത് 2 ആവാം. പകുതിയിൽ അധികം എടുക്കുന്നു, എന്നിട്ട് ഇതേപോലെ വരക്കുന്നു, അത് തമ്മിൽ ജോയിൻ ചെയ്യിപ്പിക്കുന്നു. മറു സൈഡിൽ എടുക്കുന്നു, ജോയിൻ ചെയ്യിപ്പിക്കുന്നു. അത് തമ്മിൽ ജോയിൻ ചെയ്യിപ്പിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നേരത്തെ ചിത്രവും ഈ ചിത്രവും തമ്മിലൊരു വ്യത്യാസമുണ്ട്. നേരത്തെ എന്തായിരുന്നു അവിടെ സംഭവിച്ചത്, നേരത്തെ ചിത്രത്തിൽ നന്നായിട്ട് ശ്രദ്ധിച്ചോ, തൊട്ട് മുമ്പത്തെ ചിത്രത്തിൽ അത് എവിടെയാണ് കൂട്ടിമുട്ടിയത്, അത് ട്രയാങ്കിളിൻ്റെ ഉള്ളിലല്ലേ കൂട്ടിമുട്ടിയത്. നോക്കിയേ, ആ 2 വരയും കൂടി കൂട്ടിമുട്ടിയത് എവിടെയാണ്, ട്രയാങ്കിളിൻ്റെ ഉള്ളിലാണ്. കണ്ടോ, ആ റെഡ് കൂട്ടി ട്രയാങ്കിളിൻ്റെ ഉള്ളിലാണെങ്കിൽ ഈ ചിത്രത്തിൽ അത് എവിടെയാണ് കൂട്ടിമുട്ടുന്നത് നോക്കിയേ. ഈ കാണുന്ന ചിത്രത്തിൽ, നമ്മുടെ ചിത്രത്തിൽ അത് ട്രയാങ്കിളിൻ്റെ പുറത്താണ്. എവിടെയാണ്, സർക്കിളിൻ്റെ ട്രയാങ്കിളിൻ്റെ പുറത്താണ്. അപ്പോൾ 90 ഡിഗ്രിനേക്കാൾ കൂടുതലാണെങ്കിൽ ട്രയാങ്കിളിൻ്റെ പുറത്തായിരിക്കും കൂട്ടിമുട്ടുക. എന്നിട്ട് നമ്മളിപ്പോൾ വരച്ചതുപോലെ അവിടെ നിന്ന് ഈ കാണുന്ന ട്രയാങ്കിളിൻ്റെ ഏതെങ്കിലും തലമണ്ടയിൽ എന്ത് വെക്കുക, നമ്മളെ പെൻസിൽ വെക്കുക. എന്നിട്ട് കംപ്ലീറ്റ് ചെയ്യാം. നോക്കി നോക്കൂ, ഞാൻ തലമണ്ടയിൽ വെക്കുന്നു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, കംപ്ലീറ്റ് ചെയ്യും. നോക്കിക്കോട്ടോ, അപ്പോൾ കറക്റ്റ് തൊടും. അങ്ങനെ കറക്റ്റ് തൊട്ടിട്ട് പോകും. അപ്പോൾ ഇതും പരീക്ഷയ്ക്ക് ചിലപ്പം വരാം. അപ്പോൾ 90-നേക്കാൾ കൂടുതലാണെങ്കിൽ പുറത്തായിരിക്കും, 90-നേക്കാൾ കുറവാണെങ്കിൽ ഉള്ളിലായിരിക്കും.
ഇനി നമുക്ക് 90 ഡിഗ്രിൻ്റെ ഒരു ചിത്രം കൂടി വരക്കാനുള്ള അവിടെയും കഴിഞ്ഞാൽ എന്തായി വരക്കാനുള്ള മുഴുവൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇഷ്ടപ്പെട്ട ക്ലാസ്സുകളൊക്കെ. അപ്പോൾ മൂന്നാമത്തെ ചിത്രം എന്താണ് 4 സെൻറ്റിമീറ്റർ 5 സെൻറ്റിമീറ്റർ ചേർന്ന കോണ് 90 ഡിഗ്രി വെച്ചിട്ട് ട്രയാങ്കിൾ വരക്കുക. സ്ഥാനം മാറുന്നത് ശ്രദ്ധിക്കുക. അപ്പോൾ ആദ്യത്തെ സ്ഥാനം ഉള്ളിലാണ്, രണ്ടാമത് പുറത്താണ്. അപ്പോൾ 90 ഡിഗ്രി ആണെങ്കിൽ എവിടെ വരും നോക്കാം മക്കളെ. 90 ഡിഗ്രി ആണെങ്കിലുള്ള ചിത്രം നോക്കിക്കോ. 4 സെൻറ്റിമീറ്റർ 5 സെൻറ്റിമീറ്റർ. ആദ്യം ഞാൻ 5 സെൻറ്റിമീറ്റർ വരച്ചു. 5 തന്നെ വരക്കണം നിർബന്ധമില്ല കേട്ടോ. നിങ്ങൾക്ക് വേണം ആദ്യം 4 വരക്കാം, എന്നിട്ട് 5 മേലോട്ട് വരച്ചാലും മതി. എന്നിട്ട് കറക്റ്റ് 90 ഡിഗ്രി എടുക്കുന്നു, എന്നിട്ട് മേലോട്ട് വരക്കുന്നു. എന്നിട്ട് നിങ്ങൾ അത് 90 ഡിഗ്രി ആക്കി റൈറ്റ് ട്രയാങ്കിൾ ആക്കി മാറ്റുന്നു, മട്ടത്രികോണാക്കി മാറ്റുന്നു. എന്നിട്ട് ഞാൻ നേരത്തെ ചെയ്തതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, ഇതേപോലെ പകുതിയിൽ ഓരോ സൈഡിൻ്റെ പകുതിയിലധികം എടുക്കുന്നു. ഓരോ സൈഡിൻ്റെ ഇപ്പോൾ ഞാൻ ആദ്യത്തെ സൈഡ് എടുക്കുന്നു, കണ്ട പകുതിയിലധികം എടുത്തു. രണ്ടാമത്തെ സൈഡ് എടുക്കുന്നു, പകുതിയിലധികം എടുത്തു. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് കറക്റ്റ് കൂട്ടിമുട്ടുന്നത് എവിടെ ആയിരിക്കും എന്നറിയോ? നോക്കിക്കോ, വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള പോയിന്റ്. മട്ടത്രികോണമാണെങ്കിൽ അതിൻ്റെ ഹൈപ്പർന്യൂസ് കണ്ടോ, അഥവാ കർണം 90 ഡിഗ്രി ഒപ്പുള്ള ഈ സൈഡ് ഉണ്ടോ, അതിൻ്റെ കറക്റ്റ് സെൻറ്ററിലേ കൂട്ടിമുട്ടുള്ളൂ. ആ വശത്തിൻ്റെ കറക്റ്റ് സെൻറ്ററിലായിരിക്കും കൂട്ടിമുട്ടുക. ആൻഡ് ഈ കാണുന്ന നീളം ഉണ്ടല്ലോ, ഇവിടെ നിന്ന് മുതൽ ഇവിടം വരെയുള്ള നീളം ഉണ്ടല്ലോ, ഇവിടെ നിന്ന് മുതൽ ഇങ്ങോട്ടാ വരിക, മേലോട്ട് ഇവിടെ വരെയുള്ള നീളം ഉണ്ടല്ലോ, എവിടെ മുതൽ ഇവിടെ നിന്ന് മുതൽ ഇവിടെ വരെയുള്ള നീളം, മുകളിൽ വരെയുള്ള അപ്പുറത്ത് ഇങ്ങനെ പഠിച്ച തമ്മിൽ ഈ കാണുന്ന പോയിന്റ് മുതൽ ഈ കാണുന്ന പോന്ന് ഈ കാണുന്ന പോയിന്റ് വരെയുള്ള നീളം എന്തായിരിക്കും? ആ സർക്കിളിൻ്റെ റേഡിയസ് ആയിരിക്കും, അഥവാ ആരമായിരിക്കും. ഈ കാണുന്ന എന്തായിരിക്കും? അതിൻ്റെ വ്യാസം അഥവാ ഡയമീറ്റർ ആയിരിക്കും. അത് റൈറ്റ് ട്രയാങ്കിൾ മാത്രമുള്ള പ്രത്യേകത കേട്ടോ. കറക്റ്റ് സെൻറ്ററിലേക്ക് നമുക്ക് വരച്ചു വെക്കാം. ആ പോയിന്റ് കറക്റ്റ് കൂട്ടിമുട്ടി കണ്ട കറക്റ്റ് നടുവിൽ. ഇനി അത് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, സർക്കിൾ വരക്കാണ്. നോക്കിക്കോ, ഒരു വര വരച്ചു, രണ്ടാമത്തെ വര വരയ്ക്കുന്ന സമയത്ത് അവിടെയാണ് കൂട്ടിമുട്ടുക. കണ്ടോ, റെഡും ബ്ലാക്കും കൂട്ടിമുട്ടി കണ്ടോ. അപ്പം ഇത് ചിലപ്പോൾ പരീക്ഷയ്ക്ക് 1 വേർഡ് ആയിട്ടും ചോദിക്കും കേട്ടോ. അതായത് ഇതുപോലത്തെ ചിത്രം ഇതിൻ്റെ റേഡിയസ് എത്ര ചോദിക്കും. മട്ടത്രികോണത്തിൻ്റെ റേഡിയസ് പരിവൃത്തക. ഇപ്പം നിങ്ങൾ ചോദ്യം ചോദിക്കാൻ അറിയാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പം നിങ്ങൾക്ക് എന്ത് തരും? ഈ കാണുന്ന ചിത്രം തരും, ഇനി അല്ലെങ്കിൽ ഈ കാണുന്ന നീളം തരും. ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ഞാൻ കാണിച്ചു തരാം. ഈ കാണുന്ന നീളം 8 സെൻറ്റിമീറ്റർ ആണ്, 8 ഈ കാണുന്ന നീളം 6. ഈ കാണുന്ന നീളം എത്ര ചോദിക്കുക. അപ്പം നമുക്കറിയാം പൈതഗോറസ് വെച്ചിട്ട് നമുക്ക് ഇത് 10 കണ്ടുപിടിക്കാം. അടുത്ത ചോദ്യം ചിത്രം തരില്ല. ഈ കാണുന്ന ട്രയാങ്കിളിൻ്റെ പരിവൃത്ത ആരം എത്ര, അഥവാ സർക്കം റേഡിയസ് എത്ര? അപ്പോൾ ഈ 10ൻ്റെ പകുതി എടുത്താൽ മതി, 5. ആ ഐഡിയ. ഇത് ഡയമീറ്റർ ആയിരിക്കും, ഇത് റേഡിയസ് ആയിരിക്കും. ഇവിടെ 90 ഡിഗ്രി ആണെങ്കിൽ എന്തായിരിക്കും കറക്റ്റ്? ഡയമീറ്റർ വ്യാസമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഈ ടോപ്പിക് നിങ്ങൾക്ക് വരക്കാനുണ്ടാവുക. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ലാസ്സിനായിട്ടുള്ള വിലപ്പെട്ട അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ എല്ലാ ക്ലാസ് 8ലെ ഫ്രണ്ട്സിനെ അയച്ചു കൊടുക്കുക. 12 മിനിറ്റോട് നിങ്ങൾ 5 മാർക്ക് 4 മാർക്കാണ് നിങ്ങൾ പഠിച്ചത്. അത് നല്ല എങ്ങനെയാണ് നിങ്ങളാണ് പറയേണ്ടത്. സോ വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഗയ്സ്. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ ഫ്രം സൈല ലേണിംഗ്. ബൈ. യെസ്, ഇപ്പോൾ ഫൂഫ് എന്താണെന്നല്ലേ, ഫുൾ ഔട്ട് ഓഫ് ഫുള്ളിൻ്റെ ഷോർട്ട് ഫോമാണ്. ബൈ. ശരി കേട്ടോ.